ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് ഓമനപ്പുഴ കടപ്പുറത്താണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ദിലീപിൻ്റെ ചാന്ത് പൊട്ടുന്ന സിനിമയിലെ ഓമനപ്പുഴ കടപ്പുറത്ത് എന്ന് തുടങ്ങുന്ന ഗാനം അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് ആ പാട്ട്. ആ ഗാനമൊക്കെ ഷൂട്ട് ചെയ്ത ഒരു കടപ്പുറമാണ് ഓമനപ്പുഴ കടപ്പുറം. കൂടാതെ മമ്മൂട്ടിയുടെ അമരം എന്ന ചിത്രം ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. മമ്മൂട്ടിയും മുരളിയും അശോകനുമൊക്കെ തകർത്താടിയ ആ ഒരു മനോഹരമായ ക്ലാസിക് പടം അമരം ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയാണ്. ഇവിടെയൊക്കെയാണ് അമരം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം. ഇതിലേ പോകുന്നതാണ് പൊഴി. ഇതാണ് ആ ഒരു ജംഗ്ഷൻ. പുതിയ റോഡ് വന്ന് പൂഴിയൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. ഈ പൂഴി റോഡ് പോകുന്നത് നേരെ ഒരു പുതിയ റിസോർട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അമരം ഷൂട്ടിംഗ് നടന്ന പൊഴി പോകുന്നത് ഇങ്ങോട്ടാണ്. അതിപ്പോഴും റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, ചെറിയ റോഡാണ്. റോഡൊക്കെ പാസ്സായി കിടക്കുകയാണ്. റോഡ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ടില്ല, പൊഴി വരെ. പൊഴിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതൊരു ചായക്കടയാണ്. ചായക്കടയും മറ്റ് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കിട്ടുന്ന സാധാരണക്കാരുടെ കടപ്പുറത്തെ ആളുകളുടെ ഒരു കടയാണ്. അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. ചായയൊക്കെ ഇരുന്ന് കുടിക്കാം രാവിലെ. അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്താ പേര്? എൻ്റെ പേര് മാർട്ടിൻ. എന്താ പേര്? എൻ്റെ പേര് മൈക്കിൾ. എൻ്റെ പേര് പ്രവീൺ എന്നാണ്. അമരം ഷൂട്ടിംഗ് നടന്ന മെയിൻ ലൊക്കേഷനാണല്ലേ ഇത്? അതെ അതെ. ഇവിടെയാണ് വീട് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലേ, പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞു. കയറിപ്പോയി. മുരളിയുടെ വീട് ഇവിടെയാണ്. ഇത് തന്നെ. അപ്പുറത്ത് മമ്മൂട്ടിയുടെ വീട്. മമ്മൂട്ടിയുടെ വീട് പൊഴിക്കപ്പുറത്താണ്. പൊഴിക്കപ്പുറത്ത്. പൊഴി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം? അത് ഒരു പുഴ പോലെയാണല്ലേ? അത് വന്ന് ഇവിടെ ചേരുന്നതുകൊണ്ടാണ് കടലിൽ ചേരും. തുറന്നു വിടുമ്പോൾ അതങ്ങ് വെള്ളം കൂടുന്ന സമയത്ത് തുറന്നു വിടും. പടത്തിൽ ചേർന്ന് ഒരു 10-20 പേര് ഈ പ്രദേശത്ത് നിന്ന് എടുത്തായിരുന്നു. അതിനകത്ത് ചേർന്ന് എടുത്തായിരുന്നു. വെള്ളം കൊണ്ടുപോകാനും ഓടാനും ചാടാനും ഒക്കെ കുറച്ച് ആളുകളെ അങ്ങനെ എടുത്ത് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഒരു മാസം ഉത്സവ 25 ദിവസം എടുത്ത് ഷൂട്ട് ചെയ്യാനായി. 1-2 ദിവസം മാത്രമേ സെന്റ് ജോസഫ് കോളേജിൽ ബാക്കിയെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്ത്. ഓക്കെ. മമ്മൂട്ടി, അശോകൻ, KPSC ലളിത, മുരളി, പിന്നെ ആരൊക്കെയായിരുന്നു? ചിത്ര. പിന്നെ ബാലങ്കേ നായർ, മുതിരോട്ടം പപ്പു. എല്ലാവരുടെയും വീട് വന്നിട്ട് ഈ പ്രദേശമൊക്കെ ആയിരുന്നു. ഈ പ്രദേശമായിരുന്നു. ഒരു ക്ലാസിക് പടം അല്ലേ? മധുവമ്പാട്ടല്ലേ? മധുവമ്പാട്ടാണ്. ചാന്ത് പൊട്ടിന്റെ ആ ഒരു പാട്ട് സീൻ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അല്ല, ആ പാട്ടിൽ ഓമനപ്പുഴ കടൽ തീരത്തിന്റെ ആ പേരുള്ളൂ. പിന്നെ കുറച്ച് ഭാഗങ്ങൾ അവിടെ എടുത്ത് കൂടുതൽ ഭാഗം ചെത്തിഭാഗത്താണ്. ആ പേര് ഇവിടെ ഉണ്ടെങ്കിലും ഷൂട്ടിംഗ് ഒക്കെ വേറെ സ്ഥലത്താണ് ചെയ്തതല്ലേ? പാട്ടിന്റെ ചിത്രീകരണം മാത്രം ഇവിടെ കുറച്ചെടുത്ത്. അപ്പൊ നമുക്ക് ആ പൊഴിയിലോട്ട് പോവാം. പൊഴി ഒന്ന് കാണാം നമുക്ക്. വെള്ളം കൂടുമ്പോൾ തുറന്നു വിടും. അങ്ങനെ കുറച്ചാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് വെള്ളം ഉണ്ടാകുന്നത്. വർഷക്കാലം ആ സമയത്താണ് തുറക്കുന്നത്. ഇതിനകത്ത് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മീനുണ്ടാകും കുറഞ്ഞു. അപ്പോൾ കടലിലെ മീൻ ഇതിനകത്തോട്ട് കയറും. ചിലപ്പോഴൊക്കെ കയറാറുണ്ട്. തിരകയറ്റം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഫിഷിംഗ്. ഓക്കെ, മീൻ പിടുത്തമാണ്. ചേട്ടനാ ഇന്ന് പോയില്ല? അവധിയാ? ഞായറാഴ്ച കൊണ്ട് പോയില്ല. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് പൊഴി അല്ലേ? അതെ. മഴക്കാലം ആകുമ്പോൾ തുറന്നു വിടുന്നു. ഇപ്പോൾ ഒരുപാട് പുലിമുട്ടൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. കടൽ ആക്രമണം ഉണ്ടല്ലേ? ആ പടം ഓടിയ സമയത്തൊന്നും ഈ പുലിമുട്ടൊന്നും ഇല്ല. അതിന്റെ ശേഷം വന്ന പുലിമുട്ടാണ് ഇതെല്ലാം. ആണല്ലേ? എല്ലാം പ്ലെയിൻ ആയിരുന്നു. ഇതായിരുന്നു. അത് ഇവിടെ അങ്ങോട്ട് കുറെ ഇത് നീളത്തിലുണ്ട് പുലിമുട്ട്. അതിന്റെ കാട്ടൊരു ഭാഗം വരെ ഉണ്ട്. അതെ. ആ ഗാന ചിത്രീകരണമൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടല്ലേ? ചേട്ടനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, ചെറിയ ഇങ്ങനെ റോളിൽ അവര് ഭരതനായിരുന്നല്ലോ സംവിധാനം. അതെ. അപ്പോൾ ആ ചെറിയ വേഷത്തിൽ നിങ്ങളൊക്കെ കയറി നിൽക്കും, നാട്ടുകാരുടെ പറഞ്ഞിട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അപ്പോൾ 1 മാസത്തോളം അടിച്ചു പൊളിച്ച് അല്ലേ? അങ്ങനെ ഒരു ക്ലാസിക് ചിത്രം ഓർമ്മയായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. ഈ ഒഴിവ് ദിവസങ്ങളിൽ ഇവിടെ എന്താണ് സാധാരണക്കാരുടെ ജീവിത രീതികളൊക്കെ മാറിയിട്ടുണ്ടോ അതോ പഴയ പോലെ തന്നെയാണോ? ഇല്ല, മാറിയിട്ടുണ്ട്. മിക്കവാറും പഴയതിനേക്കാളൊക്കെ മാറ്റം. ആ സിനിമയെ കാണുന്ന ആ ജീവിതം അല്ല ഇപ്പോൾ? അല്ല, സിനിമയെ കാണുന്ന ആ ഭാഷ പോലും ഞങ്ങളുടെ അല്ല, ആ ഭാഷ ഇല്ലായിരുന്നു. തൽക്കാലത്തേക്ക് സിനിമയ്ക്ക് പറയുന്ന ആ ഒരു ഭാഷ നാട്ടുകാരുമായിട്ട് യോജിപ്പിച്ച് കിട്ടിയാണ്. പക്ഷെ നാട്ടുകാർക്കായാലും ഭാഷയൊന്നും ഇല്ല. ഈ ഭാഷ സിനിമയെ കാണുന്ന ഭാഷ ഒന്നും ഇവിടെ ഇല്ല. അല്ല, പണ്ടുണ്ടായിരുന്നായിരിക്കാം. ഇല്ല, പണ്ടും ഇല്ല. ഞങ്ങളുടെ ഓർമ്മയിലില്ല. എനിക്കിപ്പോഴും സ്ലാങ് അവർ ഉണ്ടാക്കിയെടുത്ത സ്ലാങ്. അത് ആ ഒരു ഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത് വിജയിക്കുകയും ചെയ്തവർ. ഡെവലപ്പ് ചെയ്ത് അത് പടത്തിന് വേണ്ടി വിജയിക്കാൻ വേണ്ടി അത് വിജയിക്കുകയും ചെയ്തത്. നല്ല രസമാണ്. ഇപ്പം ആ പടം കാണുന്ന ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ കടപ്പുറത്തൊക്കെ ആളുകൾ സംസാരിക്കുന്നതൊക്കെ
ഇതേ ടോണിലാണ്. ഇതേ ടോണിലല്ല. ഇല്ല അല്ലല്ല, ആ പടത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്ന അറിയാമല്ലോ. പ്ലെയിൻ ഇപ്പം ചേട്ടൻ സംസാരിക്കും, ഞാൻ സംസാരിക്കുന്നു ഒരേപോലെ അറിയില്ല. അപ്പോൾ അതുപോലെ മധ്യ തിരുവിതാംകൂർ ഭാഷ. അതെ അതെ, ആ ഭാഷ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നു. അല്ല മറ്റേ ഒന്ന് പടത്തിലെ ഭാഷ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ തൽക്കാലം ആ പടത്തിന് വേണ്ടിയിട്ട് അവരെന്തോ ആലോചിച്ച് ചെയ്താണ്. പക്ഷെ അത് വിജയിക്കുകയും ചെയ്തു. ആ ഭാഷ നന്നായിരുന്നു. മൊത്തത്തിൽ ആ ഒരു എല്ലാവരും ആ ഭാഷയാണ് അനുകരിക്കുന്നത്. മമ്മൂട്ടി ആയാലും മുരളി ആയാലും KPSC ലളിതയൊക്കെ വളരെ സ്ട്രെയിൻ എടുത്ത് ആരോ പഠിപ്പിച്ചത്. അതൊക്കെ വെറുതെയാണ്. അങ്ങനെയുള്ള ഭാഷ ഈ പ്രദേശത്തില്ലായിരുന്നു. പിന്നെ ആ പടത്തിന് വേണ്ടി അവർ പറഞ്ഞു, വിജയിച്ചു, ഇത്രേ ഉള്ളൂ. അതിൻ്റെ പറയും ഇവിടെയൊക്കെ വായനശാലക്കാർക്ക് അവർ ഒരു പ്രതിഷേധിക്കുക, ആ ഭാഷ അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഞങ്ങൾക്കൊരു അവഗണനയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച ഭാഷ ഒരു ഭാഷയായിരുന്നു എന്നുള്ളത് അല്ലേ. ഏതായാലും അന്ന് സിനിമാ നടന്മാരെയൊക്കെ കാണാൻ പറ്റി, അടുത്ത് കാണാനും സഹകരിക്കാനും. മമ്മൂട്ടിയൊക്കെ നല്ല ജ്വലിച്ച് നിൽക്കുന്ന പീക്ക് സമയമാണ്. ഞങ്ങൾ ആൾക്കാരുമായിട്ടും വളരെ സഹകരണമായിട്ട് നല്ല സഹകരണം. 90 കാലഘട്ടങ്ങളിലാണ്, 91 കാലഘട്ടങ്ങളിലാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. പുഴയുടെ അപ്പുറത്താണ് മമ്മൂട്ടിയുടെ വീട്. ഈ കാണുന്നത്, അപ്പുറത്ത് കാണുന്നത് മുരളിയുടെ വീട്. ഓക്കെ. അപ്പോൾ ഈ പൊഴിയുടെ അപ്പുറം പൊഴി അന്ന് നിറഞ്ഞൊഴുകുമായിരുന്നു അതോ? നിറഞ്ഞൊഴുകുന്ന സമയമായിരുന്നു. കടന്നു പോകാം. ഓക്കെ. ഇപ്പോഴും ഒരുപാട് വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പുലിമുട്ടൊക്കെ ഉണ്ട്, പിന്നെ പാറയൊക്കെ കുറേ അപ്പുറത്ത് ഇറക്കിയിട്ടുണ്ടെന്നല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കടൽ കയറി വരുന്ന ഒരു പ്രതിഭാസം ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ വളരെ ദോഷമാണ്. ഇപ്പോൾ മീൻപിടുത്തക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കടൽ പന്നി ശൈല്യം ഉണ്ടെന്നാണ് പറയുന്നത്. വലയൊക്കെ കടിച്ചു കയറുന്ന ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട്. അപ്പുറത്ത് വള്ളമുണ്ട്. ഈ വള്ളം കടലിൽ പോകുന്നതാണോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്ത് തോണിയാണ്. ഈ പൊഴിക്കൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വള്ളമാണ് കാണുന്നത്. നല്ല മനോഹരമാണ് കേട്ടോ. കൊക്കുകളൊക്കെ ഇങ്ങനെ അപ്പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പറന്ന്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് കണ്ടോ. ഇവിടെയൊക്കെ പച്ച പുല്ലാണ്, പച്ച പുൽത്തകിടിയാണ്. എൻ്റെ പുറകെ കാണുന്നത് മാരാരി വില്ലേജ് ബീച്ച് റിസോർട്ടാണ്. വളരെ മനോഹരമായ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള റിസോർട്ടാണ്. നല്ല രസമാണ് കേട്ടോ. ഓമനപ്പുഴയിലെ ഒരു എനിക്ക് തോന്നുന്നു ടോപ്പായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ നിരക്കൊന്നുമില്ല. ഈ 4 സ്റ്റാർ എന്ന് പറയുന്നെങ്കിലും ഒരുപാട് റേറ്റൊന്നും അവർ ചോദിക്കുന്നില്ല. നല്ലൊരു റിസോർട്ടാണ്. ആ റിസോർട്ടിൻ്റെ ഇപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ പുൽത്തകിടിയിൽ കൂടെയൊക്കെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റാണ്. കടൽ ഇവിടെയാണ്, നമുക്ക് കടൽ തൊട്ടടുത്ത് തന്നെയാണ് കടൽ. അപ്പോൾ റിസോർട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ റോഡുണ്ട്. റോഡ് കൂടാതെ വന്നിട്ട് ഇവിടെ ഒരു പുൽത്തകിടിയാണ്. ഈ പുൽത്തകിടി കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് കടലുള്ളത്. നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഒരു മനസ്സിന് സമാധാനവും ഒരു കുളിരൊക്കെ നൽകുന്ന ഒരു ഏരിയയാണ് ഓമനപ്പുഴ കടപ്പുറം. ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ലേ, മാറ്റങ്ങൾ നോക്കൂ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. റിസോർട്ടും പുതിയ കെട്ടിടങ്ങളൊക്കെ, ആളുകളൊക്കെ പഴയ ജീവിത രീതിയൊക്കെ മാറി. പുതിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഓമനപ്പുഴ കടപ്പുറം ആകെ മാറിയിരിക്കുകയാണ്. പക്ഷേ മീൻപിടുത്തക്കാർ അതുപോലെ തന്നെ അവർ തൊഴിലിനായിട്ട് പോകുന്നുണ്ട്. മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് അവർ മീൻപിടുത്തക്കാർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും പൊന്തുവള്ളത്തിലും അതുപോലെ തന്നെ ബോട്ടിലും ഒക്കെയാണ് മീൻ പിടിക്കുന്നത് ഇവിടെ. ആ കാണുന്നത് പൊന്തുവള്ളമാണ്. പൊന്തുവള്ളം അവിടെ ഉണ്ട്. അതിനുശേഷം അപ്പുറത്ത് ബോട്ടുണ്ട്. അപ്പം പൊന്തുവള്ളം ബോട്ടിലാണ് ആളുകൾ ഇവിടെ മീനൊക്കെ പിടിക്കുന്നത്. ഇവിടെ ഒരു ഡെക്കുണ്ട്, ഇവിടെ കയറി നിൽക്കാം. ഈ ഡെക്കിൽ ഇവിടെ നിന്നാൽ നല്ല കാറ്റാണ്, കണ്ടിന്യൂ കാറ്റാണ്. നല്ല ഒരു ആംബിയൻസാണ്. കടലെല്ലാം വളരെ ശാന്തമായിട്ട് ഇരിക്കുകയാണ്. തിരമാല ഉണ്ടെങ്കിൽ തന്നെ ചെറിയ തിരമാലയാണ്. വളരെ മനോഹരമായ ഒരു കടപ്പുറമാണ് ഓമനപ്പുഴ കടപ്പുറം. നല്ല ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ പറ്റിയ ഒരു കടൽപ്പുറമാണ്. ഇവിടെ കടൽ കടന്ന് ആക്രമിക്കാതിരിക്കാനുള്ള പാറക്കെട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് മാരാരി വില്ലേജ് ബീച്ച് റിസോർട്ടിൻ്റെ മുൻവശം. ഇവിടെ ഒരുപാട് പാർക്കിംഗ് സൗകര്യമുണ്ട്. നമ്മളാ നിന്ന പുൽത്തകിടിയുടെ ഇപ്പുറത്ത് തന്നെ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. കൂടാതെ അകത്തോട്ട് നല്ല പേവിംഗ് ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമായിരിക്കുകയാണ്. ഇവിടെ ഒരു റിസപ്ഷൻ, ഒരു ഹട്ടുണ്ട്. വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് ചെയ്തതിന് ശേഷം ഇവിടെ ഇരിക്കാം. മാനേജർ സാർ നവാർ സാറുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട്? പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല സെയിൽസ് ഉണ്ട്. ഓഫ് സീസണോട് കിടക്കുകയാണ് ജൂലൈ അടുത്ത മാസം. വീണ്ടും ഓഗസ്റ്റ് ആകുമ്പോൾ വീണ്ടും സെയിലുണ്ടല്ലേ? ഓക്കെ. നല്ല ഒരു പാക്കേജൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ? നല്ല പാക്കേജാണ് കൊടുക്കുന്നത്. മാരാരി വില്ലേജ് ബീച്ച് റിസോർട്ടിൻ്റെ ഓണർ രഘു സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ, എന്തൊക്കെയാണ് ഇവിടെ പാക്കേജുകളും ഫെസിലിറ്റികളൊക്കെ? ഇവിടെ 10 റൂമാണ് ഇവിടെ ഉള്ളത്. 5 റൂം CV റൂമും 5
ഗാർഡൻ വ്യൂ റൂമാണ്. ഞങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ വേമ്പനാട് കായലിൻ്റെ തീരത്ത് 10 റൂമിൻ്റെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ആളുകൾക്ക് വേമ്പനാട് കായലും ഇവിടെ കടലും എല്ലാം ഒരുമിച്ച് ആസ്വദിക്കുന്ന പാക്കേജുകളും. പിന്നെ ഞങ്ങൾക്ക് മൂന്നാറിൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ഹിൽ സ്റ്റേഷനും തേക്കടിയിലും പ്രോപ്പർട്ടി ഉണ്ട്. അതിപ്പോൾ ഹിൽ സ്റ്റേഷനും കേരളം ഒട്ടാകെ ആഘോഷിക്കുന്നതിനുള്ളൊരു പരിപാടി. അപ്പോൾ ഇതെല്ലാം ഒരു ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതെ 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 അതെ. അപ്പോൾ ടൂറിസ്റ്റുകൾ ആകർഷിക്കണം. അപ്പോൾ നിങ്ങളുടെ മൊത്തത്തിൽ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പാക്കേജ് ആയിട്ട് കൊടുക്കും. വിദേശികളൊക്കെ വരുവാണെങ്കിൽ പാക്കേജിൽ എല്ലാം കാണാം. കടലും തേക്കടിയും മൂന്നാറും ഒക്കെ കണ്ട് അല്ലേ. അതെ. ഈ കാണുന്നത് ഷൂട്ടിംഗ് നടന്ന ഒരു പള്ളിയാണ്. ചെറിയൊരു പള്ളിയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ്. ഇതിലേ അങ്ങ് പോകുമ്പോൾ കടപ്പുറമാണ്. എല്ലാം കടൽ തീരത്ത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അത് കടപ്പുറമാണ്. ഈ പള്ളിയുടെ വാതിൽക്കലൊക്കെയാണ് അമരത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെയും ഒരുപാട് നടന്നിട്ടുണ്ട്. അവിടെ ഒരു വഴിയുണ്ട്. ആ നേരെ ചെല്ലുന്നത് കടപ്പുറത്തേക്കാണ്. ഇവിടെയൊക്കെ ഹോം സ്റ്റേ ആണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഇപ്പോൾ ഹോം സ്റ്റേ ആണ്. ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ആ 90-91 കാലഘട്ടങ്ങളിൽ ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇതേപോലുള്ള കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഓലപ്പുരകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളുമായിരുന്നു. ഈ കാണുന്നത് ഇവിടെ ഒരു റിസോർട്ടുണ്ട്, തിര ബൈ ദ വേ മാരാരി എന്ന് പറയുന്നത്. ഈ കാണുന്നത് പുതിയൊരു റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ഹോം സ്റ്റേ ആണ്. ഇപ്പോൾ ഒരു കൈരി വില്ല ഒരു ഹോം സ്റ്റേ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. അന്ന് ആ പടത്തിൽ കണ്ട ആ ഒരു സാമ്യവും ഇല്ലാത്ത രീതിയിലാണ്. റോഡൊക്കെ നല്ലതായിട്ടുണ്ട്. തീരദേശ റോഡൊക്കെ അടിപൊളിയാണ്. ഇതിലെ വരുമ്പോൾ ഇവിടെയൊക്കെ റിസോർട്ടാണ്. ഈ കാണുന്നതെല്ലാം ഹോം സ്റ്റേ ആണ്. ഓമനപ്പുഴയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു സ്ഥലമാണ്. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഓമനപ്പുഴ. ഒരുപാട് റിസോർട്ടുകളും അതിലേറെ ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. തീരദേശ പ്രദേശം, നല്ല മനുഷ്യരും നല്ല ആംബിയൻസും ഒക്കെയാണ്. തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.